ഹലോ നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോടെ നിന്നെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലേ? നമ്മളിത്തിരി ഡ്രസ്സൊക്കെ മാറ്റി ഇത്തിരി പുതിയ ലുക്കിലേക്ക് ഇത്തിരി മേക്കപ്പ് കൂടിപ്പോയതിന്റെ കുഴപ്പം എന്നാലും കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. സോ യാ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ലെറ്റ്സ് പ്ലേ വേൾഡ് തുടങ്ങി, എന്നിട്ട് ആ വഴി ആ ഒരു പോക്കങ്ങ് പോയി. പിന്നെ നമ്മൾ തിരുമ്പി വന്നാച്ച് ഇത്തിരി ലൈവ് സ്ട്രീംസും കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളായ വീഡിയോകളും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ലെറ്റ്സ് പ്ലേയുടെ കാര്യം മറന്നൊന്നും പോയിട്ടില്ല. ഞാൻ മറന്നിട്ട് പോയിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ ഇതില് ഗ്രൈൻഡിങ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൈൻഡിങ് ഒന്നും ഇല്ലായിരുന്നു. 2 മരം വെട്ടാനായിരുന്നു ഗൈസ് എന്റെ ഗ്രൈൻഡിങ്. എനിക്കിതൊക്കെ വലിയ ഗ്രൈൻഡിങ് തന്നെയാണ്, അറിയാമല്ലോ. ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2-3 മരമൊക്കെ വെട്ടി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്ത എവിടെയെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണൂല, എനിക്കും വലിയതായിട്ടൊന്നും ഓർമ്മയില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വേൾഡ് കലൊക്കെ സ്റ്റാർട്ട് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു അടിപൊളി സ്പോണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറെ എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇത് രംഗണ്ണൻ, മറ്റത് അമ്പാൻ. ഓക്കെ, 2 നമ്മളിവിടെ ഭയങ്കരമായ ഒരു സെറ്റപ്പിലൊക്കെയാണ് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇതുവരെ ഒരു വീടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഒരു പുതിയൊരു നല്ലൊരു പൊളിക്കോസ്കി കില്ലാഡിക്കോസ്കി അങ്ങനത്തെ ഒരു വീട് പണിയാനായിട്ട് പോവുകയാണ്. അപ്പം ആ വീടിന്റെ പേരെന്ന് വെച്ചാൽ പേരൊന്നും ഇട്ടിട്ടില്ല. സോ അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും ടൈം നേരെ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. നിങ്ങൾ ഭയങ്കര ഉഴപ്പാണ്, ആരും ലൈക്ക് അടിക്കാറില്ല. ലൈക്ക് അടിക്കാത്തൊരു ഉറുമ്പ് കടിക്കും. സോ പെട്ടെന്ന് ലൈക്ക് അടിച്ചോ. സോ വിത്ത് എനി ടൈം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ അങ്ങനെ നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മുടെ പെട്ടിയൊക്കെ ഉണ്ടോ? പെട്ടിയൊക്കെ ഭയങ്കര സീനാ. പണ്ട് ഈ പെട്ടിക്കകത്തൊരു പെട്ടിയില്ലായിരുന്നു, ബട്ട് ഇപ്പം ഈ പെട്ടിക്കകത്ത് കുറെ ചപ്പ് ചവറൊക്കെ ഇരിപ്പുണ്ട്. ഭയങ്കര ഗ്രൈൻഡിങ് ആയിരുന്നു. എന്ത് ചെയ്യാൻ ഇത് കണ്ടോ? എന്റെ ഗ്രൈൻഡിങ്ങിന്റെ ഫലമായി ഒരു ക്യാരറ്റ് ഉണ്ട്. എന്ത് ചെയ്യാൻ ഇരുന്നോട്ടെ, ഒരു ക്യാരറ്റ് കാലൊക്കെ ഉണ്ട്. നമ്മളെ മെയിനായിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് എന്തിനു വേണ്ടി? നമുക്ക് വീട് പണിയാനല്ലേ. നമുക്ക് എന്തായാലും വീട് പണിയേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം വീട് പണിയേണ്ട സ്ഥലത്തോട്ട് നമുക്ക് എന്തായാലും പോവാം. നമ്മുടെ ഈ വില്ലേജിനെ നമ്മളൊരു കൊട്ടാരമായി അങ്ങ് മാറ്റാനായിട്ട് പോവാണ്. കൊട്ടാരം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു കൊട്ടാരം, നമ്മുടെ ഇത് ഫുള്ള് ഒരു വലിയ ക്യാസിൽ പോലെ പണിയണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാൻ ഭയങ്കരമൊന്നല്ല, ഞാൻ ഒട്ടും മടിയില്ലാത്തൊരു മനുഷ്യനായത് കൊണ്ട് ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യും. സോ എൻ്റെ മടി മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. യെസ് ഗൈസ്, അപ്പം നിങ്ങൾ അത് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മടി അങ്ങ് മാറി കിട്ടും. നമുക്ക് പെട്ടെന്ന് ഒരു മാളിക തന്നെ പണിയാം. സോ അപ്പം നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട് ഉണ്ടാക്കേണ്ട, നമ്മുടെ പണി സൈറ്റിലേക്ക് പോകാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നമ്മുടെ ഗോളൻ ഉണ്ട്. ഗോളന്റെ ദേഹത്തൊക്കെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. നമുക്ക് ബാൻഡേജ് ഒട്ടിച്ചു കൊടുക്കാം. തൽക്കാലം നമ്മളൊരു ബാൻഡേജ് ഒട്ടിക്കാനുള്ള കാശില്ല. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇതാണ് നമ്മുടെ പണി സൈറ്റ്. നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു കട്ടിലിട്ടിട്ടുണ്ട്. ഞാൻ രാത്രിയും പകലും കഠിനമായി അധ്വാനിച്ചത് കൊണ്ട് പെട്ടെന്ന് ഇവിടെ കിടന്നുറങ്ങാനായിട്ട് ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? അപ്പം ഇതാണ് നമ്മുടെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ. ഇതൊരു ഞാനൊരു റെഫറൻസ് നോക്കിയിട്ടാണ് ബൈ ദ വേ ചെയ്യുന്നത്. എഗെയിൻ ഞാൻ പറയുവാണ്, ഞാൻ മടിയനായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു സംഭവമൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് പണിയാനായിട്ട് എന്തിനാ? ഓരോരുത്തർ നല്ല ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്ത് കൊള്ളാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ഡിസൈൻ നോക്കാം. സോറി സർ എന്തിനു പറ്റിയോ? ഇവൻ മറ്റേ ഇരുമ്പിന്റെ ഹെൽമെറ്റ് ഇട്ട് നടക്കുക. എടാ, നമ്മളെ അവസ്ഥ ഉണ്ടോ? ഈ ഒരു തുണി ഇട്ടിട്ടാ നമ്മൾ നടക്കണം. അവൻ മറ്റേ ഇരുമ്പിന്റെ ഹെൽമെറ്റ് ഇട്ട് കിടന്നിട്ടാണ് അവന്റെ ഒരു അടി ഇട്ടപ്പോ അവന്റെ വിളി ഓടിക്കൊന്നീ. എന്തായാലും രാത്രി ആകുന്നുണ്ട്. സോ രാത്രി ആയിക്കോട്ടെ. എനിക്ക് ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അവിടെ 2 ടോർച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഒരു ടീ എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു ഷേപ്പിൽ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ സെറ്റ് ആക്കണം. ആൻഡ് ഇവിടെ 2 പെട്ടി വെച്ചിട്ടുണ്ട്. ഈ പെട്ടി എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞൂടാ. സോ അവിടെ വേറെ ഇരുന്നോട്ടെ. എന്തായാലും ഇവിടുത്തെ പെട്ടിയിൽ നമ്മൾ ആവശ്യമുള്ള ഇത്രയും മതി സാധനങ്ങളൊക്കെ. കൂടുതൽ സാമഗ്രികളൊന്നും ആവശ്യമില്ല, ഇത്രയും മതി. വലിയ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ വീടല്ല, ജസ്റ്റ് ചെറിയ വീടാണെന്ന് ചോദിച്ചാൽ അത്ര ചെറിയ വീടുമല്ല. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലടേ, ഒരു സൈസ് വീട്, അത്ര തന്നെ. ലെറ്റ്സ് ഗോ. നമുക്കപ്പോൾ എന്തായാലും ചെയ്യാം. എന്തായാലും നൈറ്റ് ആവുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് കയറി കിടന്നുറങ്ങാം. അതാരാ? എൻ്റെ ബെഡ് വേറെ ഏതോ ഒരു അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. തരമാട്ടടാ.
ഞാൻ എന്തായാലും എൻ്റെ വിട്ട് കൊടുക്കാണ്ട് ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും ഇനി ഒരു പണികൾ ചെയ്യാൻ തുടങ്ങണം. ഞാൻ എന്തായാലും ഈ ഫുള്ള് ജോലിയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണിച്ച് ബോറടിപ്പിക്കത്തില്ല. ഇതിനെക്കാട്ടി ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ട് ഈ വീടിൻ്റെ പണികളൊക്കെ ചെയ്യുന്ന ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് അത് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇതുപോലത്തെ വീടുകളൊക്കെ ചെയ്യാം. സോ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫസ്റ്റ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് നമ്മുടെ ഫ്ലോർ ഫുള്ള് ചെയ്യണം. അത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സാധനം വെച്ചിട്ടാണ്. ഈ സാധനം അതെ ചെറിയ പ്ലാങ്ക് ആണ് നമ്മുടെ ആ ഒരു ഫ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഇതെടുക്കണം, ഷവലെടുക്കാം. ഷവലെടുത്തു. ഇതായിരിക്കണേ. ഹേ മിസ്റ്റർ, എന്താണ് കേട്ടോ, ഇവിടെ നിൽക്കടോ. ഓക്കെ ബൈ. അവൻ്റെ കാര്യത്തിൽ കഥ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഫസ്റ്റ് ഇവിടുത്തെ ഈ ഉള്ള ഗ്രാസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ മാറ്റണം. ഈ ഗ്രാസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് ഇവിടെ പ്ലാങ്കും കാര്യങ്ങളൊക്കെ വെക്കാൻ. ഞാൻ എന്തായാലും അത് പ്ലാങ്ക് ഒന്ന് വെച്ചിട്ട് ഞാൻ പോയി വന്നു. യെസ്, അങ്ങനെ നമ്മൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്തടത്ത് എടുത്ത് വെക്കട്ടോ ഗൈസ്. അങ്ങനെ അത് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ പ്ലാങ്ക് വെക്കണം. ആൻഡ് ഫസ്റ്റ് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറയാൻ മറന്നു, ഈ വീഡിയോക്ക് എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം ഇവിടെ നല്ല മഴയാണ്. മിസ്പ്ലേസ് ആയി. ഓക്കെ, കുഴപ്പമില്ല, അത് പൊട്ടിച്ചളയാം. നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വന്നാൽ ഒന്ന് ക്ഷമിച്ചേക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ പണി ചെയ്യാം. ഞാൻ എന്തായാലും ഈ ബാക്കി പ്ലാങ്ക് കൂടി ഒന്ന് വെച്ചിട്ട് വരാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്ലോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. എന്തായാലും ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്ന് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വെച്ചാൽ ഫുള്ളോടെ പണിയാം. ഫുള്ളോടെ ഈ ഒരു ബിൽഡ് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. അതായിരിക്കും എന്തുകൊണ്ട് നല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വെറുതെ ബോർഡിക്കും. എന്തായാലും അതിൻ്റെ റെഫറൻസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അതിപ്പോൾ പോയി കാണണ്ട, നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെ ഇപ്പോൾ പോകണ്ട. ഓക്കെ, എന്തായാലും ഞാൻ അപ്പോൾ ഇത് വേഗം ഒന്ന് പണിഞ്ഞ് സെറ്റാക്കിയിട്ട് വരാം. സോ പോയി വന്നു. സോ ഗൈസ്, അപ്പം നമ്മൾ ഫൈനലി അങ്ങനെ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വീട് എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ അത്യാവശ്യം ഞാൻ ഈ ഒരു ബിൽഡ് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷമാണല്ലോ മൈൻക്രാഫ്റ്റിലോട്ട് വന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു വീണ്ടും നമ്മുടെ വീട് ബിൽഡ് കണക്കെ ചെയ്ത് വരാനായിട്ട്. കുറച്ച് ടച്ചൊക്കെ വിട്ടുപോയടെ, അത് മനസ്സിലായ. സോ അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റാക്കി. അതിന് ശേഷം ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ക്രീപ്പറാണ്. ഏകദേശം 3 തവണ ഉണ്ടാക്കി ബിൽഡ് തന്നെ ക്രീപ്പർ വന്ന് പൊട്ടിച്ചളഞ്ഞു. അതിന് ശേഷം ഇപ്പോൾ ഈ റൗട്ടർ എടുക്കാൻ വേണ്ടി ഈ ഒരു സമയത്ത് നോക്കിയപ്പോൾ വീണ്ടും ആ ഒരു വൃത്തികെട്ട ക്രീപ്പർ വന്നിട്ട് ഇതാ ഫ്രണ്ടേ വന്ന് പൊട്ടിക്കുക. യെസ്, ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. വീടിന് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒരു 10 ഔട്ട് ഓഫ് സംതിങ് അല്ലെങ്കിൽ 5 ഔട്ട് ഓഫ് എത്ര റേറ്റിംഗ് കൊടുക്കുക നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതെൻ്റെ ഓൺ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊന്നും അല്ല, ഓൾറെഡി ഒരാൾ ചെയ്തതാണ്. സംഭവം അത്യാവശ്യം നല്ല നൈസായിട്ടുള്ളൊരു സംഭവം ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. സംഭവം എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ബിൽഡുകളൊക്കെ ചെയ്തത്. ആൻഡ് ഇതാ ഇവിടെ കണ്ടോ, ഈ ഒരു മൂട്ടി വന്നിട്ട് വീണ്ടും ഈ വൃത്തിയുടെ ക്രീപ്പറും കാര്യങ്ങളൊക്കെ പൊട്ടി. എനിക്കൊരു ഡേർട്ട് വെച്ച് എനിക്ക് മടുത്തു. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ഡേർട്ട് വെച്ച് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. സോ എന്തായാലും എൻ്റെ ഉള്ള ഡേർട്ടിൻ്റെ എണ്ണം അടിപൊളിയായിട്ട് കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഉള്ളതിൽ ഏറ്റവും കുറവുള്ളത് ഡേർട്ടാണ് ഐ തിങ്ക്. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി ക്രീപ്പറാണ് വന്ന് പൊട്ടുന്നത്. നമ്മൾ മൊത്തത്തോടെ അടച്ചിട്ടില്ലെങ്കിൽ അടിയിൽ വല്ല സ്പൈഡർ വല്ല സ്പോൺ ആവാനുള്ള സാധ്യതകൾ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്കതൊരു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. സോ അതും ഒരു പ്രശ്നമാണ്. സോ എന്തായാലും ഞാൻ ഒന്ന് അടയ്ക്കട്ടെ. എനിക്ക് അത് അടച്ചിട്ടുണ്ട്. ഇതിങ്ങനെ അടച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു അലമ്പായിരിക്കും, ഇങ്ങനെ ഒരു ഊട്ടായിട്ട് കിടക്കുന്നത്. ഓരോരോ ബ്ലോക്ക് വെച്ച് ചെയ്തില്ലെങ്കിൽ അത് വേറൊരു പ്രശ്നമാണ്. ആൻഡ് ഇവിടെ എന്തായാലും കുറേ വില്ലേജേഴ്സിനെയൊക്കെ ഈ സോംബി ഒന്ന് പിടിച്ചായിരുന്നു കേട്ടോ. ബട്ട് എന്നാലും ബാക്കി കുറച്ച് വില്ലേജേഴ്സൊക്കെ കുഞ്ഞു വില്ലേജേഴ്സൊക്കെ ഇവിടെ ഉണ്ടായി നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ആകെ അവിടെ നടക്കട്ടെ. ആൻഡ് ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ജാവയിലും അല്ലെങ്കിൽ ജാവയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് നല്ല റീപ്ലേ മോഡൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഈ ഒരു ബിൽഡിങ്ങൊക്കെ കാണിക്കായിരുന്നു ഐ തിങ്ക്. പക്ഷേ നമുക്ക് പരിമിതികൾ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റത്തില്ല. എന്തായാലും ഈ വീടിൻ്റെ ഇവിടെ കുറച്ച് ചപ്പ് ചോറൊക്കെ ഉണ്ട്, അതെന്തായാലും പൊട്ടിച്ച് കളയണം. സോ അപ്പോൾ ഇവിടെ ഒന്ന് എനിക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനുണ്ട്. അതെന്തായാലും നമ്മൾ ക്ലിയർ ചെയ്ത് എടുക്കും. ആൻഡ് ഇതിൻ്റെ കൂടുതൽ ഗ്രൈൻഡിങ് ഒക്കെ ഉള്ളതൊക്കെ നമ്മൾ ലൈവിലായിരിക്കും കേട്ടോ ചെയ്യണം. സോ നമ്മളെല്ലാവരും ലൈവ് സ്ട്രീംസിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡും ഈ 2 സൈഡിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി കുറച്ച് കാലം കൊടുക്കണമെന്ന് എൻ്റെ ഒരു മൈൻഡിലുണ്ട്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫുൾ ബിൽഡ് ചെയ്തിരിക്കണം.
ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണോ ട്യൂട്ടോറിയൽ അത് നോക്കിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വരുത്താനുള്ള താല്പര്യമുണ്ട്. സോ അപ്പോൾ എന്തായാലും ചെയ്യണം. ഇനി ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഇത് ഇത്രയും സംഭവങ്ങളാണ്. ഇൻറ്റീരിയർ വർക്ക് നമ്മളെന്തായാലും അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആൻഡ് ഇവിടെ ഒരു കുഞ്ഞ് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നോക്കിയാൽ നമുക്ക് 1-2 അയൺ ഓറും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതെന്താ, ഇതിനാണ് മുകളിലോട്ട് ബിൽഡ് ചെയ്ത് കയറിപ്പോയേണ്ടത്. ഓക്കെ, ആൻഡ് ഇതാ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെയും എന്താ ഒരു കുഞ്ഞ് ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ലുക്ക്. ഈ ഒരു വുഡ് വെച്ച് എന്തായാലും നന്നായി. ഓക്കെ, അതിന് പിന്നെ ഇവിടെ കണ്ടു, ഇവിടെ ചെറിയൊരു നമ്മുടെ ഖജനാവ് എന്നൊക്കെ പറയുന്നത് ചെറിയൊരു സ്റ്റോറേജ് സെറ്റപ്പ് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങിപ്പോവാം. നമ്മൾ താഴോട്ട് മുന്നോട്ട് വരാനായിട്ട് എന്തായാലും ഇവിടെ ഒരു ട്രാപ്പ് ഡോർ സെറ്റപ്പാണ് വെച്ചിരിക്കുന്നത്. സോ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം. സോ അപ്പം അത് നമുക്ക് അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത്, ആൻഡ് ഇവിടെ ഫുള്ള് നമ്മൾ ട്രാപ്പ് ഡോർ സെറ്റപ്പാണ്. നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് വേണമെങ്കിൽ 1-2 ഇങ്ങനെ തുറന്നിടാം. വേണമെങ്കിൽ എൻ്റെ ഒരു ഐഡിയയിൽ എന്ന് വെച്ചാൽ നമുക്കിവിടെ 1-2 വില്ലേജേഴ്സിനെ നിർത്തിയിട്ട് നമുക്ക് അത്യാവശ്യത്തിനുള്ള കുറച്ച് ട്രേഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ്. ആൻഡ് ഇവിടെ നമുക്ക് ഒരു വില്ലേജറിനെ വെച്ച് സെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വില്ലേജേഴ്സിനെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യമുള്ളതിന് മാത്രം 1-2 പേരെ നമുക്കിവിടെ സെറ്റാക്കി വെച്ചേക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ട്രേഡിംഗ് ഹാളും വലിയ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ വയ്ക്കാം. അതായിരിക്കും എന്തുകൊണ്ട് ഐ തിങ്ക് നല്ലതെന്ന് തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ സബ് അടിക്കുക. നമ്മുടെ ചാനൽ ഇപ്പം ഇത്തിരി മോശം സിറ്റുവേഷനിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ കണ്ട് വെറുതെ പോയി നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ഷെയറൊക്കെ അടിക്കുക. ലൈക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബ് മുന്നോട്ട് അങ്ങോട്ട് വീഡിയോസൊക്കെ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ വെറുതെ വീഡിയോ കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല, ലൈക്കൊക്കെ അടിക്കുക. അങ്ങനെ നിങ്ങൾ ലൈക്കൊക്കെ അടിച്ചാലേ നമുക്ക് പെട്ടെന്ന് 2K അടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ അപ്പം എന്തായാലും മറ്റൊരു കിടക്കച്ച് വീഡിയോ കാണാം. അതുപോലെ ഇറ്റ്സ് മീ യുവർ സോൺ സൈനിങ് ഓഫ്. ബൈ.